ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിടി റിയാക്ഷൻ ആണ് തഗ് ലൈഫ് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. കുറെ ആയില്ലേ ഒരു ട്രailer റിയാക്ഷൻ? കുറെ ആയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമല്ലേ സിത്താര സമീൻ പറ ചെയ്തത്. പക്ഷെ നമ്മളത് സ്പോട്ടിലിരുന്ന് ചെയ്തില്ലല്ലോ. സ്പോട്ടിൽ ചെയ്തിട്ട് കുറെ. അത് മാത്രല്ല, അതിന്റെ വ്യൂവർഷിപ്പ് നമുക്ക് അറിയാലോ അത് എത്ര പോകുന്നുള്ളത്. അല്ല, കുറെ ടീസറുകളൊക്കെ ചെയ്തായിരുന്നു അല്ലെ, പക്ഷെ സ്പോട്ടില് ഇങ്ങനത്തെ വലിയ ഒരു സാധനമൊക്കെ ചെയ്തിട്ട് കുറച്ചായി. എന്തായാലും മണിരത്നം സംവിധാനം ചെയ്യുന്ന കമൽ ഹാസൻ മൂവി. STR പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പിന്നെ തൃഷ ഉണ്ട്, പിന്നെ നമ്മുടെ ജോജു ജോർജ് ഉണ്ട്. അങ്ങനെ വലിയ താരനിരയാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ജൂൺ 5-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുള്ളൂ. 5 മണിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലേക്കുള്ളതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. അല്ലാണ്ട് 7 മണി 8 മണി വരെ അവിടെ പ്രോഗ്രാം തീർന്നോടെ വരെ നോക്കിയിരിക്കുകയാണ് ട്രെയിലർ കിട്ടാൻ വേണ്ടിട്ട്. ഇവന്റ് ഉണ്ടോ ലേറ്റ് ആവും. അതെ, പറഞ്ഞ സമയത്തിന് വരാറില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കമൽജി ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പോളിയാ ഇല്ലെങ്കിൽ ആ ടൈം പറയൂല. അതെ, ഓക്കെ. എന്തായാലും ട്രയർ കാണാം. മിനിച്ചേക്കണേ. റിസ്ക്കാണല്ലോ. நீ என் உயிரை காப்பாத்துறவன், எமன்கிட்ட இருந்து என்ன மீட்டு எடுத்துவன். உன் தலையெழுத்தையும் என் தலையெழுத்தையும் ஒன்னா எழுதி வச்சுட்டான். സിംബു ആയിരിക്കണം. இனிமே நீ நானும் ஒண்ணு. கடைசி வரைக்கும். நான் 8 அடி பாஞ்சா நீ 18 16 கணக்குள்ள உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு ஏதோ சரியா படல, நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. அவர் நம்ம வீடு தேடி வராது, நாம தான் கையில் எடுத்துக்கணும். நான் தான் ரங்கராய சக்திவேல். அவனுக்கும் எனக்கும் நடக்கிற கதை நீயா நானா? ഫ്രഷ് സ്റ്റോറിയാണ്. അതായത് സ്റ്റോറി എന്താണെങ്കിലും സെയിം ആണ്, പക്ഷെ അതിന്റെ സിനോപ്സിസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛനും മകനും എതിരാളികളാവും. അതായത് അച്ഛൻ മരിച്ചു എന്ന് വിശ്വസിച്ച് അവിടെ ആള് വലുതാവുന്നു. പക്ഷെ ആള് വീണ്ടും തിരിച്ചെത്തുന്നു. അച്ഛനല്ല, എടുത്ത് വളർത്തുന്ന മകൻ. അതെ അതെ, അങ്ങനത്തെ ആ ബന്ധമുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛൻ മകൻ ബന്ധമല്ല രീതിയിൽ പറയുന്നുള്ളൂ. ഒറിജിനൽ അതെ, ഒറിജിനൽ തന്തനേഹിയെ. അപ്പൊ എന്താണെങ്കിലും ഇത് കഥയൊക്കെ ഓക്കെ, പക്ഷെ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഈ ചില സീനുകളിൽ, അതായത് കമൽഹാസനും വൈഫും ഒരുമിച്ചിരിക്കുന്ന സീനുകളൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ അഭിരാമി, ആ സീനൊക്കെ ഭീകര സാധനം കേട്ടോ. അത് ശരിക്കും പഴയ മറ്റേ ക്ലാസിക് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ക്ലാസ് ടച്ച് അതിനുണ്ട്. ആ ഒരു മൊത്തത്തിലുണ്ട് എല്ലാത്തിലും. ജോജു ജോർജിന്റെ വരവും ജോജു ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ജോജു അടിച്ച് കേറി വരും. തമിഴിലൊരു തകർക്കാനുള്ള സാധനം അതെ വന്നു. പക്ഷെ എന്നാലും ആ ലുക്കില് കുട്ടിയെ പിടിച്ചുള്ള സത്യം അടിപൊളി. എന്താണെങ്കിലും കമൽഹാസൻ മൂവി അല്ലേ, കഴിഞ്ഞ പടം ഫ്ലോപ്പ് ആയിരുന്നു. ഈ പടം കത്തി കേറും തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഫൈറ്റ് രംഗങ്ങളൊക്കെ സൂപ്പറായി ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അതായത് ഈ മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ടല്ലോ, ചൈനീസ്, ആ സാധനമൊക്കെ അതിന്റെ പോലത്തെ കോസ്റ്റ്യൂമും
ആ നോട്ടവും ആ താടിയൊക്കെ വളർത്തിയിട്ടുള്ള നോട്ടങ്ങളൊക്കെ ഭീകര സാധനം കേട്ടോ. ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതില് വൈറ്റ് ആയിരുന്നു കോസ്റ്റ്യൂം കൊടുത്തിട്ടുള്ളത്. കൊറേ ഇതൊക്കെ ഇത് ബ്ലാക്കാ, ഇതില് ബ്ലാക്ക് ആണ്. വേറെ രസമുണ്ട്. എന്താണെങ്കിലും ഒരു 1.5 പടം കാണാം എന്ന് വിചാരിക്കുന്നു. എല്ലാം കൊണ്ടും അതായത് ഫ്രെയിമുകൾ വളരെ മികച്ചതാണ്, സിനിമറ്റോഗ്രാഫി, പിന്നെ പെർഫോമൻസ് പറയണ്ടല്ലോ. നിന്ന് ഒരുപാട് പേരുണ്ട്. ജോയ് ജോർജ് ഉണ്ട്, ഐശ്വര്യലക്ഷ്മി ഉണ്ട്, അഭിരാമി ഉണ്ട്. AR റഹ്മാന്റെ മ്യൂസിക്കും പൊളി, മണിരത്നം ആയി തകഞ്ഞി എല്ലാം. മണിരത്നം, കമൽഹാസൻ, AR റഹ്മാൻ. പോതുണ്ടാ കണ്ണാന്ന് പറയുന്നത് അത്ര ഈ 3 പേരും മാത്രം മതി ഒരു സിനിമേന്റെ എന്താ പറയാ ഹൈപ്പിൽ എത്തിക്കാൻ. എന്താണെങ്കിലും ട്രെയിലർ കണ്ടിട്ട് ഗംഭീര സിനിമേന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റോറി വൈസ് അല്ല നമ്മൾ ഇപ്പോഴും പറയുന്നത്, അതാണ് ആദ്യം തന്നെ പറയാണ്. സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കഥേന്റെ കാര്യമല്ല പറയുന്നത്, പണ്ട് മുതലേ ഉള്ളതാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ ആയിരിക്കും. പക്ഷെ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി, ഇനി അതിനകത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഈ ട്രെയിലർ ഈ ഫുൾ ആയിട്ട് കാണിക്കൂലല്ലോ എന്തായാലും. ഇനി മറ്റുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം, ഈ ഒരു കഥ മാത്രം അല്ലാണ്ട് പോകുന്ന. അല്ല, തൃഷയോട് എന്താ പറഞ്ഞ ഡയലോഗ്? തൃശ്ശേനോട് പറയുന്നുണ്ട്. തൃഷ അപ്പോ പേരാണോ? കമലഹാസന്റെ പേര പോലെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം അഭിരാമി എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും, എത്ര വൈഫ് ഉണ്ടാവുമായിരിക്കും, എന്തൊക്കെയാണോ? അതാ ഞാൻ പറഞ്ഞത്, ഏതൊക്കെ രീതിയിൽ എന്തൊരു ട്വിസ്റ്റ് വരാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ജീവിതത്തിന്റെ ഏടുകൾ എടുത്തു. അയ്യോ, അതൊരു സത്യം. എന്താണെങ്കിലും നോക്കാന്നല്ല, ബാക്കിയുള്ള സംഭവങ്ങളിൽ പൊളിക്കും. കഥ നമുക്ക് അങ്ങോട്ട്, കഥേന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് ഒരു ഉറപ്പില്ല. സ്ഥിരം കണ്ട് മറന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഇത്. ശരിക്കും ആക്ച്വലി മരണമില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ കമൽഹാസൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി, അത് മണിരത്നം റീറൈറ്റ് ചെയ്തതാണെന്നുള്ളതാണ്. ഓ, അതായിരിക്കണം ചിലപ്പോ. അതായത് മരണമില്ലാതെ, അതായത് ചിരഞ്ജീവിയാണ്, വീണ്ടും തിരിച്ചെത്തുന്നതാണ്. ഓക്കെ അയാള് ചിരഞ്ജീവിയായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ്, മരണമില്ല. അപ്പൊ അങ്ങനത്തെ മരിച്ചു എന്ന് മറ്റുള്ളവരൊക്കെ വിശ്വസിക്കുന്നു, ശേഷം തിരിച്ചെത്തുന്നു. അത് കുറെ സിനിമകളുണ്ട്, വന്നിട്ട് ഇഷ്ടംപോലെ വന്നിട്ടുള്ള സിനിമകള്. പിന്നെ ഈ ഒരു ബന്ധം തന്നെ, അതെ, തെറ്റിദ്ധരിപ്പിച്ചതാണല്ലോ. ഇനി ഇതും മറ്റേ ഇത് നോക്കുകയാണെങ്കിലും, അതായത് ഈ മകൻ അങ്ങനെ ഒരു ആത്മബന്ധം, അത് ഒരുപാട് എത്രയോ വന്നിനി. അത് ഒരു 100 സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ 50 അത് തന്നെ വന്നിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു ബന്ധം കാണിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും വേറെ പെർഫോമൻസ് കൊണ്ട് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് നമ്മൾ കാണാൻ കാത്തിരിക്കും. ജൂൺ 5 കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. കഥാപാത്രമായിരുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല.